ആഫിയത്ത് നിനക്ക് തരട്ടെ എന്ന് ദുആ ചെയ്യാൻ മാത്രമേ കഴിയുന്നുള്ളൂ. മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയെ അല്ലാഹു സഹായിച്ചില്ലേ? ആ പടച്ച റബ്ബിന്റെ സഹായം കിട്ടുമെന്ന് ഉറച്ചു വിശ്വസിച്ച മറിയം ബീവി അവസാനം അല്ലാഹുവേ പടച്ചവനോട് പറഞ്ഞു, അല്ലാഹ് ഒന്നും മരിച്ചിരുന്നെങ്കിൽ തമ്പുരാനെ, അല്ലാഹുവേ അസഹ്യമായ വേദന എന്നതിനപ്പുറം ഈ പ്രസവിക്കുന്ന കുഞ്ഞിനെയും കൊണ്ട് ഞാൻ എവിടെ പോകാനാണ് റബ്ബേ? എന്റെ വീട്ടിലേക്ക് പോകാൻ കഴിയില്ല, ജനങ്ങൾ എന്നെ കല്ലെറിയുമല്ലോ, ഞാൻ വിവാഹം കഴിച്ചിട്ടില്ലല്ലോ, ഒരു പുരുഷന്റെ സ്പർശനമേക്കാതെ ഗർഭം ധരിച്ചവളാണല്ലോ. ആ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയെ മറക്കല്ലേ എന്റെ വാണിയന്നൂരിലെ ഉമ്മ. സൂറത്ത് മറിയം പാരായണം ചെയ്യുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയോ ഗർഭവതികൾക്ക് അപാരമായ സഹായം പടച്ചോ ചെയ്തു കൊടുത്തിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ പുറത്തു വരുന്ന ഡേഞ്ചറാണ്, അപകടം സംഭവിക്കാമെന്ന് പറഞ്ഞ ആ കുടുംബത്തിന് പോലും മറിയം ബീവിയുടെ മനോഹരമായ ചരിത്രം പറയുന്ന സൂറത്ത് രക്ഷ കൊടുത്തിട്ടുണ്ട്. ഇന്ന് കാലഘട്ടം ഒരുപാട് പുരോഗതിയിൽ വരുമ്പോ സൂറത്ത് മറിയം മറന്ന ഉമ്മ, ആ സൂറത്ത് മറിയം ഹൃദയ സാന്നിധ്യത്തോടുകൂടി പടച്ചവന് വേണ്ടി പാരായണം ചെയ്ത ഗർഭവതിയായിരിക്കുന്ന സൂറത്ത് മറിയമിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയ ഒരു പെണ്ണിന്റെ പ്രസവവും ഇന്ന് വരെ അല്ലാഹു ലോകത്ത് അപകടത്തിലാക്കിയിട്ടില്ല മോളെ, ഇന്ന് വരെ പടച്ചവൻ അപകടത്തിലാക്കിയിട്ടില്ല പൊന്നേ. ഇന്നല്ലാഹ യർസുഖു മറിയമൽ ഫാഖിയത ഫീ ഗൈരിഹിനിഹാ. അതേ ആ കാലഘട്ടത്തിൽ ആ നാട്ടിലും കിട്ടാത്ത ഭക്ഷണമാണ് അല്ലാഹു മറിയം ബീവിക്ക് റൂമിന്റെ കത്തിലും നിസ്കരിച്ച പോലെ എത്തിച്ചു കൊടുത്തതെങ്കിൽ ഗർഭവതിയായപ്പോഴോ പൊട്ടിക്കരന്നുകൊണ്ട് പടച്ചവനോട് പറഞ്ഞു, അല്ലാഹ് യാ ലൈതനീ മിത്തു ഖബ്ല ഹാദാ, ഇതിനു മുമ്പൊന്നും മരിച്ചിരുന്നെങ്കിൽ അല്ലാഹുവേ ഈ പ്രസവത്തിന് മുമ്പ് ഞാനങ്ങ് മരിച്ചിരുന്നെങ്കിലല്ല എന്നും മറിയം ബീവി പടച്ചവനോട് പറഞ്ഞുപോയി. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മറിയം ബീവിക്ക് സഹായം ചെയ്തത് എങ്ങനെയാണ്? അല്ലാഹുവേ പടച്ചവനെ, മറിയം ബീവിയുടെ ചരിത്രത്തിന്റെ ഇതിൽ മറിക്കുമ്പോ കാണാ, പാട്ടിലൂടെ, കഥകളിലൂടെ, ചരിത്രങ്ങളിലൂടെ, ഏടുകളിലൂടെ, ഗ്രന്ഥങ്ങളിലൂടെ അതൊക്കെ ലോകത്ത് വിഭാവനം ചെയ്യുമ്പോ സ്വീകരിക്കാൻ കൂട്ടാക്കാറ് സീരിയൽ നടികളുടെ ചരിത്രം പഠിക്കാൻ യോടെ ഓടുന്ന പെണ്ണേ. നോവിന്നും മറിയമേ നാവുണങ്ങിയ നേരമേ നീരിറക്കിയ നാഥനേ മന്നവൻ കനി നൽകിയേ. തേങ്ങി മറിയം നോക്കി മറിയം യാ ഇലാഹല്ലാഹ്, പൊള്ളിടും മരുഭൂമിയിൽ നീ മൗത്ത് താല്ലാഹ്. എന്നെ മരിപ്പിക്ക റബ്ബേ, എന്നെ മരിപ്പിക്ക റബ്ബേ, എനിക്ക് കഴിയുന്നില്ല റബ്ബേ. ആ സമയത്ത് അല്ലാഹുവിന്റെ അപാരമായ സഹായം ഫനാദാഹാ മിൻ തഹ്തിഹാ അല്ലാ തഹ്സനീ. അല്ല പറയുന്നു, മറിയമേ കരയല്ലേ. അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം മനസ്സിൽ വെക്കുന്ന പെണ്ണ്, നീ കരയുന്നത് പടച്ചോന് ഇഷ്ടമല്ല, നീ കരയുന്നത് പടച്ചോന് ഇഷ്ടമല്ല. നിന്റെ ഭർത്താവിന് രോഗം വരുമ്പോ വീട്ടിന്റെ അകത്തിരുന്ന് കരഞ്ഞിട്ട് അല്ലാഹു കേട്ടില്ലെന്ന് പരാതി പറയുന്ന പെണ്ണേ, ഒരു ബുദ്ധിമുട്ട് വരുമ്പോ മാത്രം പടച്ചോനെ വിളിച്ചാ പോരാ. ആരോഗ്യമുള്ളപ്പോ, പണമുള്ളപ്പോ, പവറുള്ളപ്പോ, ഒരുപാട് പിരക്കുള്ളപ്പോഴൊക്കെ അല്ലാഹുവിനെ വിളിച്ചവളാണ് നീ എങ്കിൽ മറിയം ബീവി കരഞ്ഞപ്പോ അല്ലാഹു സഹായം എത്തിച്ചു കൊടുത്തതുപോലെ വാണിയന്നൂരിലെ പെണ്ണ്, ആ പടച്ചോ മരിച്ചു പോയിട്ടില്ല, ആ പടച്ചോന്റെ ഖജനാവ് കാലിയായിട്ടില്ലോ. ബിസിനസ് പൊളിഞ്ഞെന്ന് പറയുന്ന വാണിയന്നൂരിലെ ചെറുപ്പക്കാരാ, കച്ചവടം പൊളിഞ്ഞുപോയെന്ന് പറയുന്ന തിരൂരിലെ പ്രിയപ്പെട്ട ബിസിനസ്സുകാരാ, വളരെ മോശമാണെന്ന് പറയുന്ന സഹോദരാ, നിങ്ങൾ ആദ്യമേ മുതൽ അചഞ്ചലമായ വിശ്വാസത്തിന്റെ ഉടമയായിരുന്നെങ്കിൽ ഒരു കണ്ണീര് കൊണ്ട് പരിഹരിക്കോ, നിന്റെ പടച്ചവന് സാധിക്കുമെന്ന് നീ മറന്നു പോകണ്ട. മറിയം ബീവിയോട് അല്ലാഹു പറഞ്ഞു, മറിയമേ അല്ലാ തഹ്സനീ, കരയല്ല മറിയമേ,
മരിച്ചാ മതിയെന്ന് പറയല്ലേ മറിയമേ, വേദനിക്കുന്നു എന്ന് പറയല്ലേ മറിയമേ. ഖദ് ജഅല റബ്ബുകി തഹ്തകി സരിയാ, തളർന്നുകൊണ്ട് ഇഴഞ്ഞു വന്ന മറിയമേ, നിങ്ങളുടെ വലത്തെ കൈയൊന്ന് പുറകിലേക്ക് വെച്ചാൽ അവിടെ മനോഹരമായ കണ്ണീരിനേക്കാൾ തെളിഞ്ഞു തുളുമ്പുന്ന മനോഹരമായ അരുവി ഒഴുകുന്നുണ്ട് മറിയമേ. ആ വെള്ളം നിങ്ങൾക്ക് കുടിക്കാം മറിയമേ. നിങ്ങളുടെ മുമ്പ് നിൽക്കുന്ന മനോഹരമായ വൃക്ഷം കണ്ടോ, ഉണങ്ങിക്കരിഞ്ഞു നിൽക്കുന്ന ഈന്തപ്പന മരമാവട്ടെ, പക്ഷെ അതിന്റെ ശിഖരത്തിലൊന്ന് പിടിച്ചിട്ട് വെറുതെ ഒന്ന് കുലുക്കുവോ മറിയമേ, ഒന്ന് കുലുക്കുവോ മറിയമേ. ലോകത്താരും കഴിച്ചിട്ടില്ലാത്ത രുചിയുള്ള ഈത്തപ്പഴം നിങ്ങൾക്ക് ഞാൻ തരുമെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മറിയം ബീവിയോട് പറഞ്ഞല്ലോ. നിങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു പോയോ? എന്നെ അല്ലാഹു അങ്ങനെ സഹായിക്കുമെന്ന വിശ്വാസം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയോ? എന്റെ മക്കളെ പടച്ചവൻ അങ്ങനെ സഹായിക്കുമെന്ന വിശ്വാസം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയോ? ഓപ്പറേഷൻ തിയേറ്ററിന്റെ അകത്ത് പ്രിയപ്പെട്ട മക്കളെയും എടുത്തു വെച്ചിട്ട് പുറത്തിറങ്ങി പൊട്ടിക്കരന്ന് നിൽക്കുമ്പോ സിസ്റ്റർ ഡോർ തുറന്നിട്ട് പറയാണ്, ഇനി നിങ്ങൾ ദൈവത്തിനോട് പറയുക, ഇനി നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോ അപ്പോഴല്ല പെണ്ണേ കൈ ഉയർത്തേണ്ടത്, അപ്പോഴല്ല മോളെ നിന്റെ വീട്ടിന്റെ അകത്ത് നിന്റെ പ്രിയപ്പെട്ട കുഞ്ഞ് ജനിച്ചു വീഴുമ്പോ തന്നെ അവന്റെ കാതിലൂടെ പറഞ്ഞു കൊടുക്കുക, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ആ കുട്ടി പഠിക്കട്ടെ, എന്റെ പടച്ചവൻ വലിയവനാണെന്ന് പഠിക്കട്ടെ. ലോകത്താരെ കണ്ടാലും അല്ലാഹുവിന്റെ അപാരമായ ശക്തിയിലേക്ക് അവൻ മടങ്ങി പോകട്ടെ. ഇതൊക്കെ മറന്നിട്ട് ഒരാവശ്യം വരുമ്പോ മാത്രം മുട്ടാനുള്ള വാതിലല്ല അല്ലാഹുവിന്റെ വാതിലെന്ന് തിരിച്ചറിയണേ.